ഇത്രയും ക്ഷീണിച്ചു. പാവം കുട്ടികൾ. എന്നാൽ ജോലിയല്ല ഞങ്ങളെ കൊല്ലുന്നത്. അവൾ മരിക്കുന്നത് കാണുന്നതാണ് വിഷമം. കരയാതിരിക്കൂ കുട്ടികളെ. ഇപ്പോൾ നമുക്ക് ഈശോയുണ്ടല്ലോ. അതെ, കരയേണ്ട. നിങ്ങളുടെ അമ്മ സുഖം പ്രാപിക്കും. നിങ്ങളുടെ അപ്പൻ തിരിച്ചു വരും. ഇനിയും നിങ്ങൾക്ക് വലിയ ചെലവുകൾ വരികയില്ല. നിങ്ങൾക്ക് വിശപ്പ് സഹിക്കേണ്ടി വരികയില്ല. ഇതാണോ ഇളയ കുട്ടികൾ? അതെ കർത്താവേ. ക്ഷീണപ്രകൃതക്കാരിയാണെങ്കിലും 3 പ്രാവശ്യവും ഇരട്ട പ്രസവിച്ചു. അവളുടെ മുലയ്ക്ക് രോഗം പിടിപെട്ടു. ചിലർക്ക് ധാരാളം, ചിലർക്ക് ഒന്നുമില്ല. പത്രോസ് താടിമീശയുടെ ഇടയിൽ കൂടെ പിറുപിറുത്തുകൊണ്ട് ഒരു കുട്ടിയെ കയ്യിലെടുത്ത് അവനെ സമാധാനപ്പെടുത്താൻ ഒരാപ്പിൾ കയ്യിൽ കൊടുക്കുന്നു. അപ്പോൾ മറ്റവനും ആപ്പിളിനായി കരയുന്നു. പത്രോസ് അവനും ഒരാപ്പിൾ കൊടുത്ത് സമാധാനപ്പെടുത്തി.